ചർച്ച പരാജയപ്പെട്ടു. ജനീവയിലേക്ക് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാൻ്റെ മധ്യസ്ഥതയോട് കൂടി ഇന്ന് ചർച്ച നടത്തിയത്. അത് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു ഉത്തരം വന്നിരിക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളെ ആക്രമിച്ചാൽ ന്യൂക്ലിയർ പരീക്ഷണം പരസ്യമായിട്ട് നടത്തും എന്നാണ് പറഞ്ഞത്. പരസ്യമായി ഈ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയ രാജ്യമാണ് പാകിസ്ഥാനും ഇന്ത്യയൊക്കെ. സമാനമായ രീതിയിൽ തങ്ങൾ പരീക്ഷണം നടത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ കൈവശത്തിൽ ആണവായുധത്തിൻ്റെ സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഈ പരീക്ഷണം എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കൂടി കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കും. അഥവാ ഭരണ സംവിധാനം താഴെ വീഴുന്നൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചടിക്കും എന്ന് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിദേശ വാർത്തയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലും ഈ ചാനൽ വരുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബും ബന്ധപ്പെട്ട ലൈക്കും ഷെയറൊക്കെ നിരീക്ഷിക്കപ്പെടുന്നതാണ്. എത്രത്തോളം ഉണ്ടാവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ചാനലുകൾ നിലനിൽക്കുക എന്നുള്ളതും കൂടി നമ്മളതിനെ കൂടെ വായിക്കേണ്ട കാര്യം. വിദേശ വാർത്തയായിട്ട് ബന്ധപ്പെട്ട കാര്യം, അത് പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും പല ഘട്ടങ്ങളിലും ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിന് പിന്നാമ്പുറമുള്ള സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ ഇത് കാണുന്നവരുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളണമെന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാനുള്ള സംവിധാനം ഓപ്ഷനുകളും യൂട്യൂബ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് അങ്ങ് വന്നോളൂ. പക്ഷേ നമ്മുടെ സ്ഥായിയായിരിക്കുന്ന ഒരു നിലനിൽപ്പിന് ഈ സബ്സ്ക്രൈബർ നിർബന്ധമായിട്ട് വേണ്ടതാണ്. ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചർച്ച പരാജയപ്പെട്ടത്, പൊളിഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ചർച്ച വരുന്നത് ഒമാനിലാണ്, പിന്നാണ് ജനീവ, മൂന്നാമത് ജനീവ തന്നെയാണ്. ഒമാനിൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് മധ്യസ്ഥരോട് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുമായിട്ട് വ്യത്യസ്ത തരത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഈ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇരുന്നതാണ്. പക്ഷേ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളൊരു വിഷയത്തിൽ ഊന്നിരിക്കുന്ന ചർച്ചയല്ല അവിടെ ഇരിക്കുന്ന സമയത്ത് വരിക. മറ്റ് പല കാര്യങ്ങളാണ് ചോദിക്കുക, മറ്റ് പല കാര്യങ്ങളാണ് പറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടോ ആ വിഷയത്തെ അവർ മാറ്റി നിർത്തിയിട്ട് അവരുടെ ആശയത്ത് തോന്നുന്ന മറ്റ് കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ചർച്ചയില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം അതാണ്. നിങ്ങൾ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇന്നും നടന്നിരിക്കുന്ന സംഭവം അത് തന്നെയാണ്. അഥവാ എന്താണ് ചർച്ചയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യം തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. തങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് കരാർ തരാം. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമിതിക്ക് പരിശോധിക്കാം. എവിടെ വേണമെങ്കിലും ആ പരിശോധിക്കാനുള്ള അവസര സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കും. ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാര്യത്തിലൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് നിർത്തലാക്കണം. ആദ്യം തന്നെ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമിതിയിൽ നിന്ന് രാജിവെച്ച് പോയത് അല്ലെ മാറി നിന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഞങ്ങൾ മാറിയിട്ടില്ല. അപ്പോൾ അവർ തന്നെയാണ് തെറ്റിപ്പോയത്. പിന്നീടാണ് അവർ ഈ കരാർ വേണമെന്ന് പറയുന്നത് അവർ തന്നെയാണ്. പ്രശ്നക്കാരൊക്കെ അവർ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ചർച്ചാ സംബന്ധമായ രീതിയിൽ അവർ മിസൈൽ നിർമ്മാണം നിർത്തിവെക്കണം എന്ന് അമേരിക്ക പറഞ്ഞു. അതോടുകൂടി ചർച്ചയ്ക്ക് ഇളക്കം പറ്റി. കാര്യം എന്ന് പറഞ്ഞാൽ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആശയമാണ്. അവരാണ് അത് പറഞ്ഞത്. വിപുലവും വ്യാപകമായിരിക്കുന്ന മിസൈൽ നിർമ്മാണ പ്രവൃത്തി ഇറാൻ നടത്തുന്നുണ്ട്, അത് പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. മാത്രവുമല്ല, വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിലുള്ള ഷിയ മിലീഷ്യകൾക്ക് അവർ ആയുധം നൽകുന്നുണ്ട്, അത് നിർത്തിവെക്കണം. അത് ലെബനാന്, യമന്, പാലസ്തീന്, ഈ ഇറാഖ്, ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പരാമർശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആ മേഖലയിലൊക്കെ ഷിയ മിലീഷ്യകൾ വളരെ സജീവമാണ്. അതിനെന്ത് ചെയ്യണം? ആ പരിപാടി നിർത്തിവെക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ഊന്നിരിക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു വിഷയം കൂടി അതിലുണ്ട്. ഇറാൻ്റെ അകത്ത് പ്രക്ഷോഭം നടത്തിയിരിക്കുന്ന പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെ വിചാരണ ചെയ്യാതെ മോചിപ്പിക്കണം. അതിന് കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ മൊസാദ് സംഘത്തിൽപ്പെട്ട നല്ലൊരു ശതമാനം ആളുകൾ ഈ പിടികൂടപ്പെട്ടവരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടാക്കിയതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെ മോചിപ്പിക്കണം. ഇങ്ങനെയുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വന്നതോടുകൂടി ഇറാൻ ഏറെക്കുറെ
തങ്ങൾക്ക് ഈ വിഷയത്തിൽ തൃപ്തിയില്ല എന്ന് അവർ തന്നെ പറയുകയാണ് ചെയ്തത്. നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് പറയപ്പെട്ട വിഷയം എന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ തങ്ങൾ ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം അവർ പറഞ്ഞു. അതോടുകൂടി തെറ്റൽ തുടങ്ങി. പിന്നീട് ഒരു പൂർത്തീകരണമില്ലാത്ത രീതിയിൽ 3 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ചർച്ച അവസാനിപ്പിച്ചു. ജനീവയിലുള്ള ഒമാൻ്റെ അംബാസിഡറുടെ വീട്ടിൽ വെച്ചാണ് ചർച്ച എന്നാണ് പറയപ്പെട്ടത്. ഏകദേശം 3-3.5 മണിക്കൂറോളം ചർച്ച നടത്തിയതിൽ ഈ കാര്യത്തിൽ നമുക്ക് ഒന്നും കൂടി ചർച്ച നടത്താം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത്. പൂർത്തീകരണമായിട്ടില്ല, നമുക്കൊന്നുകൂടി നോക്കാം. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ തങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആണവ പരീക്ഷ നടത്തും എന്ന് പറഞ്ഞാൽ ആണവായുധം പ്രയോഗിക്കൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ വേണ്ടി പറ്റും. യഥാർത്ഥത്തിൽ 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക ആണവ പ്രയോഗം നടത്തുകയല്ല ചെയ്തത്, ആണവ പരീക്ഷ നടത്തുകയാണ് ചെയ്തത്. അതിനു മുൻപ് അങ്ങനെ ഒരു സംഭവം ലോകത്തെവിടെയും ഒരു ആണവായുധ പരീക്ഷണ സംഭവം നടന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നടക്കുമോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമാണ്, ഭീതി ജനിപ്പിക്കുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ ദുരന്തങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്നു എന്നൊക്കെ പിൽക്കാലത്തുള്ള ചരിത്രകാരന്മാരാണ് രേഖപ്പെടുത്തിയത്. അന്ന് ഇതേക്കുറിച്ച് ആർക്കും അജ്ഞാതമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമായിരുന്നു ആണവായുധം ഉണ്ടായിരുന്നത്. റഷ്യ അന്ന് സോവിയറ്റ് യൂണിയൻ തളക്കത്തോടുകൂടി ലോകാടിസ്ഥാനത്തിൽ നിലനിന്ന രാജ്യമാണ്. അവരുടെ കൈവശത്തിൽ പോലും ആണവായുധമില്ലായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടാക്കി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളത് റഷ്യയുടെ കയ്യിലാണ്. 2ാം സ്ഥാനത്താണ് അമേരിക്ക എന്നുള്ളത് മറ്റൊരു രീതി. അന്നത്തെ സ്ഥിതി വെച്ച് നോക്കാൻ അവരുടെ കൈവശത്തിൽ മാത്രമായിരുന്നു. അപ്പോൾ ആണവായുധം നിസ്സാരമല്ല. ഒരു ആണവായുധം കൊണ്ട് ഒരേ സ്ഥലത്ത് 1,00,000 ആളുകളെ സ്പോട്ടിൽ കൊല്ലാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഹിരോഷിമയിൽ 1,00,000 മേലെയും നാഗസാക്കിയിൽ 1,400,000 ആളുകളും ഒരു സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. അത് മനുഷ്യന്മാരെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ആ പ്രദേശത്തുള്ള മൃഗങ്ങൾ അപ്പാടെ പോവും, സസ്യജാലങ്ങൾ പോവും, ഇഴജന്തുക്കൾ പോവും. മാത്രമല്ല ആ ഭൂമി പിന്നീട് ഉപയോഗശൂന്യമാകുന്ന തരത്തിൽ തരിശ് ഭൂമിയായിട്ട് പോകും. ഭൂമി ആമ്പറം മറിഞ്ഞു പോകും എന്നൊക്കെയാണ് പറയുന്നത്. പച്ചപ്പ് അവിടെ കിളർത്ത് വരാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളോളം വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് മാത്രമല്ല 1945-ലാണ് 2ാം ലോക യുദ്ധം ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നത്. നമ്മൾ 2026 എത്തിയിരിക്കുന്നു. 75 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളിൽ ചിലതിനെങ്കിലും ആ ജനിതക വൈകല്യം പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷവും തലമുറ കൈമാറിയിട്ടും അതിൻ്റെ ദാരുണമായിരിക്കുന്ന ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വിട്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ ആണവായുധത്തിൻ്റെ പ്രഹരശേഷി എത്ര ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞു വരുന്ന കാര്യം, ഇറാനെ ആക്രമിച്ചാൽ ന്യൂക്ലിയർ പരീക്ഷ നടത്തുമെന്ന് സൈനിക മേധാവി പറഞ്ഞു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അത് ഭയാനകരമായിരിക്കുന്ന ഒരു മറുപടിയാണ് അമേരിക്കക്ക് നൽകിയത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരത് ഭയപ്പാടിലുമാണ്. ഇവരെവിടേക്കാണ് കൊണ്ടുപോയിടുക, എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് ജീവിക്കണം, ഇയാളെ കീഴ്പ്പെടുത്തുകയും വേണം. ഈ 2 സൈക്കോളജിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമേരിക്കയുടെ സൈനികർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനികർ നഷ്ടപ്പെടാൻ പാടില്ല, യുദ്ധക്കപ്പലുകൾ നഷ്ടപ്പെടാൻ പാടില്ല, യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. അവർ സുരക്ഷിതരായിരിക്കുകയും വേണം. ശത്രുവായിരിക്കുന്ന ഇറാൻ്റെ ശക്തി എന്ത് ചെയ്യണം? ഇല്ലാതാവുകയും വേണം. ഇതാണ് അവരുടെ ഉദ്ദേശകാര്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭരണം അട്ടിമറിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം എന്നതുകൊണ്ട് 2 കൽപ്പിച്ച് രംഗത്തിറങ്ങുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം. കാര്യം അവരേതായാലും മരിക്കാൻ തയ്യാറാണ്. പിന്നെ വിഷയമല്ലല്ലോ. ഈ ഒരു പേടി വല്ലാതെ ഉണ്ട്. ഇത് ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ നിരീക്ഷണം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ 3ാം ഘട്ട യുദ്ധത്തെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യവും ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവസാനിച്ചിട്ടില്ല എന്നുള്ളതും ഒരു ചർച്ച കൂടി ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.